The tricky math world to make your mathematics easy. ഹായ് വെൽക്കം ടു ദ ട്രിക്കി മാത്ത് വേൾഡ്. എല്ലാവരും സേഫ് ആയിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പീരീഡ് ആകുമ്പോൾ നമ്മൾ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും കുട്ടികളാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പാടില്ല. എല്ലാവരും അത് പറയുന്നതെല്ലാം ശരിക്കും ഫോളോ ചെയ്യൂ കേട്ടോ. പിന്നെ നമ്മുടെ ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ ഒരു പീക്ക് ടൈമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്നതെല്ലാം അനുസരിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് സ്കൂൾ തുറക്കും, നമുക്ക് പുറത്തേക്ക് പോകാനൊക്കെ പറ്റില്ല. എല്ലാവരും ഉള്ളിലിരുന്നിട്ട് എല്ലാവരും വളരെ മുഷിഞ്ഞിരിക്കാവുന്നറിയാം. ഓക്കെ, അപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ നമുക്കൊരു മോചനം ഉണ്ടാവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോർമുല ഡെറിവേഷനാണ്. എന്താണ് ഫോർമുല ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഡിറൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെറിവേഷന് വേണ്ടി ഉദ്ദേശിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതായത് എല്ലാവരും കേട്ട് കാണും. നമ്മുടെ സ്ഫടികം എന്ന് പറയുന്ന ആ മൂവിയിൽ ലാലേട്ടനും തിലകൻ സാറും കൂടി അച്ഛനും മോനുമായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അതിൽ ചാക്കോ മാഷ് എന്നാണ് തിലകൻ സാറിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു മാത്തമാറ്റിക്സിൻ്റെ സാറാണ്. അപ്പോൾ ആ സാറ് പറയുന്ന ഒരു ഫോർമുലയാണിത്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ ഫോർമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? ആ മൂവി കണ്ടിട്ടുള്ളവർക്കൊക്കെ ആ ഫോർമുല അറിയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മാത്തമാറ്റിക്സ് പഠിച്ച എല്ലാവർക്കും ഈ ഒരു ഫോർമുല നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ഞാനിവിടെ പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്നാണ് ഇത് വായിക്കുന്നത്. രണ്ട് ബ്രാക്കറ്റിനകത്താവുമ്പോൾ നമ്മൾ ഇൻറ്റു എന്നാണ് വായിക്കുന്നത്. അതായത് ഇത് ഇൻറ്റു ഇത് അങ്ങനെയാണ് വരുന്നത്. എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യുക നോക്കൂ. ഈക്വൽ ടു ഇതിലെ ഓരോ പദം കൊണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യം എ കൊണ്ട് സി പ്ലസ് ഡിയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് എ ഇൻറ്റു സി പ്ലസ് ഡി പ്ലസ് ഇനി അടുത്ത് ബി കൊണ്ട് സി പ്ലസ് ഡിയെ മൾട്ടിപ്ലൈ ചെയ്യാം. ബി ഇൻറ്റു സി പ്ലസ് ഡി ദാറ്റ്സ് ഈക്വൽ ടു ഇനി നമുക്ക് എ കൊണ്ട് സിയെയും എ കൊണ്ട് ഡിയെയും മൾട്ടിപ്ലൈ ചെയ്യാനാണ് അർത്ഥം. അപ്പോൾ എ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു ഡി പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു ഡി ബി ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു ഡി ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ദാറ്റ്സ് ഈക്വൽ ടു എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി. ഓരോ പദങ്ങളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതും കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മുടെ ആ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു അല്ലേ? നമ്മൾ സാധാരണ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അതായത് ആ നമ്പർ ഇൻറ്റു അതേ നമ്പർ. ഓക്കെ, എ ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു കാണണമെങ്കിൽ ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, എ പ്ലസ് ബി എന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വായിക്കുന്നത്. ഒരെണ്ണേ ഉള്ളൂ വെച്ചാൽ എ സ്ക്വയർ എന്ന് വായിച്ചാൽ മതി. ഇത് രണ്ടെണ്ണം ആകുമ്പോൾ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, അതായത് ഇതിനെല്ലാത്തിനും ബാധകമാണ് ഈ സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ? ഈ ബ്രാക്കറ്റ് ആകുമ്പോൾ നമ്മൾ ഇൻറ്റു എന്നുള്ളത് ഇങ്ങനെ രണ്ട് ബ്രാക്കറ്റിലാക്കി ഇട്ടാൽ മതി. ഈ ഇൻറ്റു എന്നുള്ള സിമ്പിൾ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കൂ, എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഇപ്പം നമ്മൾ നേരത്തെ അവിടെ ചെയ്തു എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ട്. അതേപോലെയാണ് ഇത് ചെയ്യേണ്ടത്. ഫസ്റ്റിൽ എ കൊണ്ട് എ പ്ലസ് ബിയെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു എ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ഇവിടെ ബി ആണല്ലോ, ബി ഇൻറ്റു എ പ്ലസ് ബി ഇങ്ങനെ വന്നു. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു എ, ഈ ബ്രാക്കറ്റ് കളയാം നമുക്ക്. അപ്പോൾ എ ഇൻറ്റു എ പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു എ, ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ബി.
ബി ഇൻറ്റു ബി ഇങ്ങനെ വരും. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു എ എന്താണ്? എ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി ഇൻറ്റു കളഞ്ഞ് നമുക്ക് എഴുതാം എ ബി പ്ലസ് ബി ഇൻറ്റു എ ദാറ്റ് ഈസ് ബി എ. ബി എ എന്ന് പറഞ്ഞാലും എ ബി എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലേ? ബി എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആൻസർ ആണ് കിട്ടുന്നത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. സോ അത് എ ബി എന്ന് എഴുതാം. പ്ലസ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി സ്ക്വയർ. ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. എ സ്ക്വയർ പ്ലസ് എ ബിയും എ ബിയും ഇവിടെ ഒരു എ ബി ഇവിടെ ഒരു എ ബി, ഒരു എ ബിയും ഒരു എ ബിയും ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2 എ ബി കിട്ടും. അതായത് 2ab പ്ലസ് ബി സ്ക്വയർ. കഴിഞ്ഞു. ഇത്രയുള്ളൂ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഫോർമുല എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അപ്പോൾ ഇതെല്ലാവരും എങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൂടെ നോക്കാം. നെക്സ്റ്റ് a minus b the whole square that's equal to. അപ്പോൾ ഇവിടെ എ പ്ലസ് ബിക്ക് പകരം ഇവിടെ എ മൈനസ് ബി ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതും? എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നെഴുതും. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഈ എ കൊണ്ടും മൈനസ് ബി കൊണ്ടും ഈ എ മൈനസ് ബിയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ഇൻറ്റു എ മൈനസ് ബി, എ ഇൻറ്റു എ മൈനസ് ബി. ഇനി ഇവിടെ മൈനസ് ബി ആണ്. അപ്പോൾ നമുക്കിവിടെ അത് എഴുതാം. മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇങ്ങനെ എഴുതാം. അപ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ക്ലിയർ ആയിട്ട്. എ ഇൻറ്റു എ ഈക്വൽ സൈൻ കൊടുക്കാം. ഈക്വൽ ടു എ ഇൻറ്റു എ അതുപോലെ എഴുതി. ഇനി എ ഇൻറ്റു മൈനസ് ബി ആണ്. അപ്പോൾ നമുക്ക് ഇടയിലുള്ള ചിഹ്നം നമുക്ക് പ്ലസ് എഴുതാം. പ്ലസ് എ ഇൻറ്റു മൈനസ് ബി, എ ഇൻറ്റു മൈനസ് ബി. ഇനി ഇവിടെ മൈനസ് ബി ഇൻറ്റു എ, മൈനസ് ബി ഇൻറ്റു എ, മൈനസ് ബി ഇൻറ്റു എ. ഇനി മൈനസ് ബി ഇൻറ്റു മൈനസ് ബി. നെഗറ്റീവാണ് ഇവിടെ ചിഹ്നം വന്നത്, അപ്പോൾ അതേമാതിരി എഴുതി. ഇവിടെ നെഗറ്റീവാണ്, നെഗറ്റീവ് ബി ഇൻറ്റു എ അത് അതേപോലെ എഴുതി. ഇനി ഇവിടെ നെഗറ്റീവ് ബി ഇൻറ്റു നെഗറ്റീവ് ബി, അപ്പോൾ മൈനസ് ബി ഇൻറ്റു മൈനസ് ബി. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? എ ഇൻറ്റു മൈനസ് ബി. അതായത് രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ബി ആണ്, മൈനസ് എ ബി എന്ന് കിട്ടും. നെഗറ്റീവ് എ ബി. പിന്നെ ഇവിടെ മൈനസ് ബി ഇൻറ്റു എ, ഇവിടെ അത് തന്നെയാണ്, രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബിയും എയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി എ കിട്ടും. ഇവിടെ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ്, മൈനസ് ബി എ. ഇനി ഇവിടെ മൈനസ് ബിയും രണ്ടും ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? പ്ലസ് വരും അല്ലേ? അപ്പോൾ എന്ത് വരും? പ്ലസ് ബി ഇൻറ്റു ബി, ബി സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ബി എന്നല്ലേ? എ ബി പ്ലസ് ബി സ്ക്വയർ. ഇനി മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് എ ബിയും നെഗറ്റീവ് 1 എ ബിയും നെഗറ്റീവ് 1 എ ബിയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുന്നത്? അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ഇതിങ്ങനെ മൈനസ്, ഇപ്പോൾ നോക്കിക്കൂ, -1 എന്നാണ് നമ്മളുടെ ഒരു ക്രിയ എന്ന് കരുതിക്കോളും. നമുക്കൊരു എന്താ പറയുക, ഇത് നമുക്ക് സബ്ട്രാക്ഷൻ്റെ മോഡൽ എടുക്കുകയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് ദാറ്റ്സ് ഈക്വൽ ടു -2 എന്ന ആൻസർ വരും. അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ -2ab 2ab അല്ലേ? പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ആൻസർ.
ഇത് കൺഫ്യൂഷൻ ആവരുത്, നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം. എ ഇൻറ്റു എ, ദെൻ എ ഇൻറ്റു മൈനസ് ബി, ദെൻ മൈനസ് ബി ഇൻറ്റു എ, ദെൻ മൈനസ് ബി ഇൻറ്റു മൈനസ് ബി. എന്നിട്ട് അത്രയും കാര്യങ്ങൾ ആ ക്രിയകൾ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ആൻസർ വരുന്നത്. ഇതും നമ്മുടെ മാത്തമാറ്റിക്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഫോർമുല തന്നെയാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള പോലെ തന്നെയാണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും വളരെ നന്നായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. നമ്മുടെ സ്ക്വയർ എ സ്ക്വയർ, നമ്മുടെ സ്ക്വയറിനെ പറ്റി കൂടുതൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്ക്വയേഴ്സിൻ്റെ ഒരു ഞാൻ ചെയ്തിട്ടുണ്ട്. ദെൻ പവേഴ്സ് ആൻഡ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഡൗട്ടെല്ലാം ഇല്ലാണ്ടാവും. പിന്നെ നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും ഇൻറ്റിജേഴ്സിൻ്റെ ഒരു ഇതുണ്ട്. അതിൽ ചിഹ്നങ്ങൾ തമ്മിൽ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഇതുവരെ ഇട്ടിട്ടുള്ളതെല്ലാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അല്ലാതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കൂ. അതുപോലെ ഈ ഫോർമുലാസ് വെച്ചിട്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഫോർമുലാസ് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ എല്ലാവരും നന്നായിട്ട് ഫോർമുലാസൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫോർമുല ഡെറിവേഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യൂ. പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം മാത്തമാറ്റിക്സിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. ഇനി വളരെ ഇതുപോലെ തന്നെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് വീണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന മുറയ്ക്ക് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്തോളൂ. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻസ് ജസ്റ്റ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇതിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ സേഫായിട്ട് എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സോ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.